Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 1ൽ വരുന്ന ടോപ്പിക് ആണ് കണ്ടീഷൻസ് ഓഫ് പാരലലിസം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടീഷൻസ് ഓഫ് പാരലലിസത്തിൽ നമുക്ക് നോക്കേണ്ട ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ ആൻഡ് റീസോഴ്സ് ഡിപ്പെൻഡൻസ്. Then Bernstein's conditions, hardware and software parallelism, then the role of compilers. Okay, അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ആൻഡ് റീസോഴ്സ് ഡിപ്പെൻഡൻസ്. ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ ഓരോ ക്ലാസ് ആയിട്ടായിരിക്കും വരിക. അതിൽ ബേൺസ്റ്റൈൻ കണ്ടീഷൻസിൽ നമുക്ക് കുറച്ച് ഫിഗറൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് PPT ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ ഡിപ്പെൻഡൻസ് ആൻഡ് റീസോഴ്സ് ഡിപ്പെൻഡൻസ് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പഠിച്ചു, അതുപോലെ തന്നെ പാരലലിസം എന്താണെന്നും നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ. അതായത് മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ പാരലായിട്ട് പ്രോഗ്രാംസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ മൾട്ടി പ്രോസസ്സേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ട്. ടാസ്ക് എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സേഴ്സിലേക്കും കൊടുക്കാൻ പറ്റും. എക്സിക്യൂഷൻ സ്പീഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൗ പാരലലിസം ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ദി അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടി പ്രോസസ്സേഴ്സ് ലേസ് വെൻ പാരലലിസം ഇൻ ദി പ്രോഗ്രാം ഈസ് പോപ്പുലർലി എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് യൂസിങ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. ഓക്കെ, അപ്പോൾ to improve parallel processing into the mainstream of computing, three key areas has to be improved. ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ്? Computation models for parallel computing. Then inter-process communication in parallel architecture. Then system integration for incorporating parallel systems into general computing environments. Okay. അപ്പോൾ ഈ മൂന്ന് കീസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഇംപ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്കിനി പാരലാക്കി മാറ്റാണ് അല്ലെ, പാരലിസം നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ മൂന്ന് കീസിലാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, then all forms of parallelism can be attributed to levels of parallelism. Computational granularity, പിന്നെ അതുപോലെ എന്താ, time and space complexities, communication latencies, scheduling policies and load balancing. Okay. Okay. ഇനി എന്താണ് പറയുന്നത് വെച്ചാൽ അതായത് സീക്വൻഷ്യൽ ആയിട്ട് പ്രോസസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതായത് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പ്രോസസറിന് കൊടുക്കുന്നു, പ്രോസസർ എന്ന് പറയുന്നത് ടാസ്ക് ചെയ്യുന്നു, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെ അടുത്ത പ്രോഗ്രാമിന് എടുത്ത് ചെയ്യുന്നു. അതായത് ഒരു സിംഗിൾ പ്രോസസറാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ഒരു മൾട്ടി പ്രോസസർ സിസ്റ്റം ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസൈനിങ് ആൻഡ് പാരലൽ അൽഗോരിതം ഫോർ ദി ആപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെന്താ, പാർട്ടീഷനിങ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഇൻ ടു ടാസ്ക് അല്ലേ. അതിനെ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഓരോ ടാസ്കും എന്ത് ചെയ്യണം? ഓരോ മെഷീൻസിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. അതായത് ഓരോ പ്രോസസറിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെന്താ, കോർഡിനേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ. അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ആണ്, ഒരു സിംഗിൾ ആപ്ലിക്കേഷനെ എന്ത് ചെയ്യാണ്? ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതെന്ന് പറയുന്നത് ഓരോന്നും ഓരോ മെഷീൻസിലേക്ക്, അതായത് പ്രോസസറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ കമ്മ്യൂണിക്കേഷനും സിങ്ക്രണൈസേഷനും ഒക്കെ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മൾട്ടി പ്രോസസ് സിസ്റ്റത്തിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പക്ഷെ സീക്വൻഷ്യൽ പ്രോസസ്സിംഗ് ആണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഡാറ്റ ഡിപ്പെൻഡൻസ് ആൻഡ് റീസോഴ്സ് ഡിപ്പെൻഡൻസ്. അതായത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ മൾട്ടി പ്രോസസ്സിംഗിൽ പ്രോഗ്രാം കൊടുക്കുമ്പോൾ എങ്ങനെയാ? അതായത് സെഗ്മെന്റുകളായിട്ടാണ് കൊടുക്കുക. അപ്പോൾ സെഗ്മെന്റുകളായി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓരോ സെഗ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. അതെന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതാണ് പറയുന്നത്. The ability to execute several program segments in parallel require each segment to be independent of the other segments. Okay. അപ്പോൾ അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഡിപ്പെൻഡൻസ് ഗ്രാഫ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡൻസ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താ? അതായത് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നോട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ എന്തുണ്ട്, അത് കണക്ട് ചെയ്യാനായിട്ട് എഡ്ജസ് ഉണ്ട്.
അപ്പോൾ the nodes of a dependence graph correspond to the program statement. Program statement എന്ന് പറഞ്ഞാൽ instructions. And directed edges with different labels are used to represent the ordered relations among the statements. Okay. Then, അപ്പോൾ ഈ ഡിപ്പെൻഡൻസ് ഗ്രാഫ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അതായത് where opportunity exists for parallelization and vectorization. Okay. Okay. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഡാറ്റ ഡിപ്പെൻഡൻസ്. The ordering relationship between statements is indicated by data dependence. അപ്പോൾ 5 types of data dependence ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് flow dependence. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യുക. അതായത് S1ഉം അതുപോലെ തന്നെ S2. ഒരു സ്റ്റേറ്റ്മെന്റ് S2 എന്ന് പറയുന്നത് ഫ്ലോ ഡിപ്പെൻഡന്റ് ഓൺ S1 ആവണമെങ്കിൽ S1 to S2ലേക്ക് ഒരു എക്സിക്യൂഷൻ പാത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ അറ്റ്ലീസ്റ്റ് വൺ ഔട്ട്പുട്ട് ഓഫ് S1 ഫീഡ് ഇൻ ആസ് ഇൻപുട്ട് ടു S2. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, S1ഉം S2. അത് ഫ്ലോ S2 എന്ന് പറയുന്നത് ഫ്ലോ ഡിപ്പെൻഡന്റ് ഓൺ S1 ആവണമെങ്കിൽ S1 ന്ന് S2ലേക്ക് ഒരു എക്സിക്യൂഷൻ പാത്ത് ഉണ്ടാവണം. അതുപോലെ അറ്റ്ലീസ്റ്റ് വൺ ഔട്ട്പുട്ട് ഓഫ് S1 എന്ന് പറയുന്നത് എവിടേക്ക് കൊടുക്കണം? S2ലേക്ക് കൊടുക്കണം. ഓക്കെ, അതിനെയാണ് ഇത് പറയുന്നത് RAW ഹസാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. Then ആന്റി ഡിപ്പെൻഡൻസ്. അതായത് സ്റ്റേറ്റ്മെന്റ് S2 എന്ന് പറയുന്നത് ആന്റി ഡിപ്പെൻഡന്റ് ഓൺ സ്റ്റേറ്റ്മെന്റ് S1 ആണെങ്കിൽ അതായത് എന്താണ് കണ്ടീഷൻ വരിക? S2 എന്ന് പറയുന്നത് follows S1 in program order and if the output of S2 overlaps the input to S1. അവിടെ എന്താണ് S2 എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ട്, S1ന്റെ പ്രോഗ്രാം ഓർഡറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ S2ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് S1ന്റെ ഇൻപുട്ട് ഉണ്ടല്ലോ അതായിട്ട് ഓവർലാപ്പ് വരും. ഓക്കെ, അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇനി നോക്കേണ്ടത് ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിപ്പെൻഡന്റ് ആണെന്ന് പറയണമെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം ഔട്ട്പുട്ട് വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത് പറയുന്നത് എന്താണ് അതിന് പറയാ? WAW ഹസാർഡ്. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് നോക്കേണ്ടത് IO ഡിപ്പെൻഡൻസ്. IO ഡിപ്പെൻഡൻസിൽ റീഡ് ചെയ്യണതും അതുപോലെ റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത് IO സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സുകൾ അതായത് IO സ്റ്റേറ്റ്മെന്റുകൾ ഡിപ്പെൻഡന്റ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതായത് സെയിം ഫയലായിരിക്കും റെഫർ ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ അൺനൗൺ ഡിപ്പെൻഡൻസ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അതായത് ഡിപ്പെൻഡൻസ് റിലേഷൻ ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്മെന്റ്സ് കനോട്ട് ബി ഡിറ്റർമിൻ. അപ്പോൾ അത് വരുന്നത് ഫോളോയിങ് സിറ്റുവേഷനിലാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. അതായത് ദി സബ്സ്ക്രിപ്റ്റ് ഓഫ് എ വേരിയബിൾ ഈസ് ഇറ്റ്സെൽഫ് സബ്സ്ക്രൈബ്. പിന്നെന്താ? ദി സബ്സ്ക്രിപ്റ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദി ലൂപ്പ് ഇൻഡെക്സ് വേരിയബിൾ. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എ വേരിയബിൾ അപ്പിയേഴ്സ് മോർ ദാൻ വൺ വിത്ത് സബ്സ്ക്രിപ്റ്റ് ഹാവിംഗ് ഡിഫറെന്റ് കോഎഫിഷ്യൻസ് ഓഫ് ദി ലൂപ്പ് വേരിയബിൾ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ദി സബ്സ്ക്രിപ്റ്റ് ഈസ് നോൺ ലീനിയർ ഇൻ ദി ലൂപ്പ് ഇൻഡെക്സ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. അൺനൗൺ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്താ പറയുക, ഡിപ്പെൻഡൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം മതി. ഞാൻ കുറച്ചും കൂടെ ഒരു ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സാമിനാകുമ്പോൾ കുറച്ച് തിയറി എന്തായാലും എഴുതണമല്ലോ, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഒരു ഡിപ്പെൻഡൻസി ഗ്രാഫ് എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? അതായത് 4 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോഡ് R1, A. ദെൻ സ്റ്റേറ്റ്മെന്റ് S2 ആഡ് R2, R1. ദെൻ S3 എന്താ പറയുന്നത്? മൂവ് R1, R3. ദെൻ S4 സ്റ്റോർ B, R1.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ S2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് S2 എന്ന് പറയുന്നത് S2 is flow dependent on S1 because variable A is passed through register R1. അതായത് A എന്ന് പറയുന്നത് എന്താ R1ലേക്ക് വന്നു അല്ലേ, ലോഡ് ചെയ്തു. ആ R1 പിന്നെ എങ്ങോട്ടാ പോയത്, സ്റ്റേറ്റ്മെന്റ് S2ലേക്കാണ് പോയത്. ഓക്കെ, അപ്പോൾ ആ വേരിയബിൾ എ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഇൻപുട്ട് ആണ് അല്ലേ, ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടേക്ക് ഇൻപുട്ട് ആണ്, അതായത് ഓപ്പറൻസ് ആണ് അല്ലേ. അതെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് S2ലേക്ക് കിട്ടി. അപ്പോൾ S2 എന്ന് പറയുന്നത് എന്താന്ന് പറയാം, ഫ്ലോ ഡിപ്പെൻഡന്റ് ഓൺ S1 ആണെന്ന് പറയാം. ഓക്കെ, ദെൻ S3 is anti-dependent on S2 because of conflicts in register content in R1. അതായത് S3 എന്ന് പറയുന്നത് anti-dependent on S2. കാരണം എന്താ, ഇവിടെ S2ല് രജിസ്റ്റർ R1 എന്ന് പറയുന്നതും R2 ആഡ് ചെയ്തു, റിസൾട്ട് എന്ന് പറയുന്നത് എവിടെയാ R2 ഉണ്ടാവും. സെയിം R1ലേക്ക് പിന്നെ എന്ത് ചെയ്തു, R3 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ R1ലോട്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതായത് ഇവിടെ ഒരു മോഡിഫിക്കേഷൻ സംഭവിച്ചു. അപ്പോൾ ഇവിടെ എന്ത് വരും, കോൺഫ്ലിക്ട്സ് വരും ഇൻ രജിസ്റ്റർ കണ്ടന്റ് ഇൻ R1. Okay, then S3 is output dependent on S1 because both modify the same register R1. അതായത് S1ൽ എന്താ ലോഡ് R1, A, പിന്നെ S3 എന്ന് പറയുമ്പോൾ മൂവ് R1, R3. രണ്ടിലും എന്താ R1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് S3 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിപ്പെൻഡന്റ് ഓൺ S1. ഓക്കെ, ഇനി നമുക്ക് ഡിപ്പെൻഡൻസ് ഗ്രാഫ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാഫിൽ എന്താ നോട്ട്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലേ. S1, S2, S3, S4 ഓരോന്നും എന്താ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പിന്നെന്താ ഓരോ നോട്ട്സുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, എഡ്ജസ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ എഡ്ജസ് എന്തുണ്ടായിരിക്കും, ലേബൽസ് ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്, ഓർഡേർഡ് റിലേഷൻസ് എമംഗ് ദി സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ എന്താ S1 കഴിഞ്ഞു, S1ൽ നിന്ന് പിന്നെ S2ലേക്ക് പോയി, അതായത് S1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് S2ലേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്താ ഫ്ലോ ഡിപ്പെൻഡൻസ് സംഭവിച്ചു അല്ലേ. പിന്നെ എന്താ ഇവിടെ എത്തിയിട്ട് എന്താ സംഭവിച്ചത്, റിസൾട്ട് എന്ന് പറയുന്നത് രജിസ്റ്റർ R2 ആയിട്ട് ആഡ് ചെയ്തു, റിസൾട്ട് എവിടെ ഉണ്ടാവും, R2ലാണ് അല്ലേ ഉണ്ടാവുന്നത്. പിന്നെ ഇനി സ്റ്റേറ്റ്മെന്റ് S2 അതുപോലെ തന്നെ S3 തമ്മിൽ എന്താന്ന് പറഞ്ഞു, ആന്റി ഡിപ്പെൻഡന്റ് ആന്ന് പറഞ്ഞു. കാരണം രജിസ്റ്റർ R1 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്, രജിസ്റ്റർ വാല്യൂസിൽ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട് അല്ലേ. കാരണം എന്താ S3ൽ R1 എന്നുള്ളതിലേക്ക് എന്താ R3ൽ നിന്ന് R1ലേക്ക് വാല്യൂസ് വെച്ചു അല്ലേ. അപ്പൊ അവിടെ രജിസ്റ്റർ കണ്ടന്റ്സിൽ കോൺഫ്ലിക്ട്സ് വന്നു. അതാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, അതായത് ആന്റി ഡിപ്പെൻഡൻസ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാനാണ്. ഓക്കെ, പിന്നെന്താ S1ഉം S3 നമ്മൾ എന്താ പറഞ്ഞു, ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് ആണെന്ന് പറഞ്ഞു. കാരണം രജിസ്റ്റർ R1 എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റും എന്ത് ചെയ്യുന്നുണ്ട്, മോഡിഫൈ ചെയ്യുന്നുണ്ട്. S1ൽ വേരിയബിൾ A വെച്ചിട്ട് A എന്ന് പറയുന്നത് R1ലേക്ക് ലോഡ് ചെയ്തു, S3ലാണെങ്കിലോ രജിസ്റ്റർ R1ലോട്ട് R3നെ അല്ലേ മൂവ് ചെയ്തു. അപ്പോൾ രണ്ടിലും എന്ത് വന്നു, ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് വന്നു. ദെൻ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതായത് സ്റ്റേറ്റ്മെന്റ് S4ലായിരുന്നു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ S4ലോട്ട് ഫൈനൽ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇതാണ് ഡിപ്പെൻഡൻസ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് കൺട്രോൾ ഡിപ്പെൻഡൻസ്. അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കേസിൽ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റൺ ടൈമിന് മുന്നായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് വേർ ഫ്ലോ ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഔട്ട്പുട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതായത് ഡിഫറെന്റ് പാത്സ് ടേക്ക് ആഫ്റ്റർ എ കണ്ടീഷണൽ ബ്രാഞ്ച് മേ ഡിപ്പെൻഡ്സ് ഓൺ ഡാറ്റ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് കളയണം ഈ ഡാറ്റ ഡിപ്പെൻഡൻസിനെ among the instructions. Okay, so this dependence also exists between operations performed in successive iterations of looping procedure. അവിടെയും വരുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ control dependence often prohibits parallelism from being exploited.
അപ്പോൾ കമ്പൈലേഴ്സ് എന്ത് ചെയ്യും? കമ്പൈലേഴ്സ് എന്ന് പറയുന്നത് കൺട്രോൾ ഡിപ്പെൻഡൻസിനെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ കേസിൽ S1 എന്ന് പറയുന്നത് കൺട്രോൾ ഡിപ്പെൻഡന്റ് ഓൺ P1 ആണ്. അതായത് ഇവിടെ എന്താ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇഫ് കണ്ടീഷൻ ആണ്. അപ്പോൾ ഇഫ് ആൻഡ് ദെൻ പോർഷൻ നോക്കുക. അതുപോലെ S2 എന്ന് പറയുന്നത് കൺട്രോൾ ഡിപ്പെൻഡന്റ് ഓൺ P2 ആണ്. പക്ഷേ S2 എന്ന് പറയുന്നത് എന്തല്ല കൺട്രോൾ ഡിപ്പെൻഡ് ഓൺ P1 അല്ല. ഓക്കെ അതായത് ഒരു കണ്ടീഷൻ, അതായത് ഇഫ് ഒരു കണ്ടീഷൻ പിന്നെ ദെൻ എന്ന് പറയുമ്പോൾ എന്താ അതിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ, അതാണ് എന്ന് പറയുന്നത് കൺട്രോൾ ഡിപ്പെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെ എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് S1 എന്ന് പറയുന്നത് ഇഫ് എന്നുള്ള ആ കണ്ടീഷനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് S2 എന്ന് പറയുന്നത് P2 എന്നുള്ള കണ്ടീഷനിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ S2 എന്ന് പറയുന്നത് P1 എന്നുള്ള കണ്ടീഷനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലേ? ഇത് S2 എന്ന് പറയുന്നത് എന്തിന്റെ കണ്ടീഷനെ ഫോളോ ചെയ്യണത്? P2 എന്നുള്ള കണ്ടീഷനെയാണ്, P1 എന്നുള്ള കണ്ടീഷനെ അല്ല. അപ്പോൾ S2 എന്ന് പറയുന്നത് എന്തല്ല കൺട്രോൾ ഡിപ്പെൻഡന്റ് അല്ല. എങ്ങോട്ടേക്ക്? P1 എന്നുള്ള കണ്ടീഷനോട്ട്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് റീസോഴ്സ് ഡിപ്പെൻഡൻസ്. അപ്പോൾ നേരത്തെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡാറ്റ ഡിപ്പെൻഡൻസി പറഞ്ഞു, അതുപോലെ തന്നെ കൺട്രോൾ ഡിപ്പെൻഡൻസി പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ബേസ്ഡ് ഓൺ ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദി വർക്ക് ടു ബി ഡൺ. ഇനി റീസോഴ്സ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്ട്സ് ഇൻ യൂസിങ് ഷെയർഡ് റീസോഴ്സ്, അതായത് രജിസ്റ്റേഴ്സ്, ഇൻറ്റീജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ്, ALU എക്സെട്ര. അപ്പോൾ ALU കോൺഫ്ലിക്ട്സിനെയാണ് എന്ത് പറയുന്നത്? ALU ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ മെമ്മറി, അതായത് സ്റ്റോറേജ് കോൺഫ്ലിക്ട്സ് വരില്ലേ, അതിനെയാണ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് ALU മനസ്സിലായില്ലേ? ALU ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ കാരണം എന്താ? പ്രോസസ് ചെയ്യുന്നത് ആരാ? ALU ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ആരാ? ALU യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ സെയിം ടൈമിൽ അതായത് പാരലായിട്ട് നടക്കുമ്പോൾ എന്താ ചെയ്യുക? ALUന് എല്ലാത്തിനും ആവശ്യമായിട്ട് വരും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കോൺഫ്ലിക്ട്സ് വന്നില്ലേ? അതാണ് ALU ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ, അതാണ് റീസോഴ്സ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അതുപോലെ മെമ്മറി സ്റ്റോറേജ് കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് എവിടുന്ന ഡാറ്റ കിട്ടുന്നത്? എവിടുന്ന? മെമ്മറിയിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തു, ആ ഇൻസ്ട്രക്ഷൻ അതായത് പ്രോഗ്രാമിന് എന്താണ് ഇൻസ്ട്രക്ഷൻസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് അല്ലേ? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്കിയിട്ട്. അപ്പോൾ ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഓരോ പ്രോസസറിലേക്കും കൊടുത്തു. ആ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യണം? ഇനി പ്രോസസ്സ് ചെയ്യണം വേണ്ടേ? അപ്പോൾ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡാറ്റ വേണം. ഡാറ്റ എവിടെ ഉണ്ടാവുക? മെമ്മറിയിലാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഓരോന്നിനും വേണ്ട ഡാറ്റ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കോൺഫ്ലിക്ട് സംഭവിക്കും അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് എന്താ? സ്റ്റോറേജ് ഡിപ്പെൻഡൻസ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ അതിലൊരു ചെറിയ ടോപ്പിക്കാണ് നോക്കിയത്. ഇനി അടുത്ത വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് അതിൻ്റെ സ്റ്റെപ്പുകളും ഒക്കെ എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ PPT വെച്ചാകുമ്പോൾ ശരിയാവില്ല. അപ്പോൾ അതാണ് അടുത്ത ക്ലാസ്സിലേക്കൊക്കെ അത് മാറ്റിയത്. ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, കണ്ടൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സബ്ജക്റ്റുകളുടെയും ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഞാനവിടെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് മൊഡ്യൂളിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന് എടുക്കാമല്ലോ. ഓക്കെ ഇനി അടുത്ത സെക്കൻഡ് മൊഡ്യൂൾ ആണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോകുമ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫോൾഡർ ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ അപ്പോൾ കുഴപ്പമില്ലല്ലോ, അപ്പോൾ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനിൽ നമ്മൾ കണ്ടിന്യൂവേഷൻ പാർട്ടിലൊക്കെ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയായിരിക്കും നമ്മൾ ലേബൽ ചെയ്യുക. ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.